ഞാൻ നേരത്തെ പത്തനാപുരത്തെ ജീവമാതാ കാരുണ്യ ഭവനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് പേര് മോശമായ രീതിയിലൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അനാഥാലയത്തിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നടന്നത് എന്താണ്? മാസം തികയാതെ ഉള്ള പ്രസവം എന്നാണ് എല്ലാവരോടും പറയുന്നത്. 7-ാം മാസത്തിൽ അവളുടെ പ്രസവം നടന്ന ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ശിശുഭവന്റെ ആളുകൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ സത്യം മനസ്സിലായി. മാസം തികഞ്ഞ് തന്നെയാണ് ആ പെൺകുട്ടി പ്രസവിച്ചത്. അനാഥാലയം നടത്തിക്കൊണ്ടിരുന്ന ഗിരിജയുടെ മകൻ തന്നെ ആണ് കല്യാണം കഴിച്ചത്. ഗിരിജയുടെ മകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. 17 വയസ്സേ ആയിട്ടുള്ളൂ അന്ന് ആ പെൺകുട്ടിക്ക്. 18 വയസ്സിൽ ആണ് കല്യാണം നടത്തുന്നത്. അപ്പോൾ 18 വയസ്സ് തുടങ്ങിയപ്പോൾ കല്യാണം നടത്തിയിട്ട് 7 മാസമായപ്പോൾ ഇപ്പോൾ പ്രസവിച്ചിരിക്കുകയാണ്. പ്രസവമല്ല, സിസേറിയനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ പ്രസവം നടന്ന ആശുപത്രിയുമായി അന്വേഷണം നടത്തിയതിൻ്റെ പേരിലാണ് മാസം തികഞ്ഞുള്ള പ്രസവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം കല്യാണം കഴിയുന്നതിൻ്റെ 2 മാസം മുമ്പ് തന്നെ ആ കുട്ടി ഗർഭിണിയായിട്ടുണ്ട്. ആ പെൺകുട്ടി ഗർഭിണിയായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ അനാഥാലയം നടത്തിപ്പുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഗിരിജയുടെ മകനാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഒരു സത്യമാണ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയത്. ഞാനടക്കമുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഇത് യൂട്യൂബിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം എൻക്വയറി നടന്നു. എൻക്വയറിക്ക് ശേഷം ആ അനാഥാലയത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളുമൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ കിട്ടിയ ന്യൂസിൽ ഇത്രയേ പറയാൻ പറ്റുള്ളൂ. അതായത് മനോരമ ചാനലിൽ ന്യൂസ് വന്നതിൻ്റെ പ്രകാരമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കേസെടുത്തിട്ടുണ്ട്, ഉറപ്പായി കേസെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കുറേ അനാഥാലയങ്ങൾ കുറേ പേരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ട് അനാഥാലയം നടത്തിക്കും. അതിൻ്റെ പുറകിൽ നടക്കുന്ന ചില സത്യങ്ങൾ എന്ന് പറയാം, ചില സത്യങ്ങളാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അടുത്ത ദിവസം തന്നെ ബാക്കി വിവരങ്ങളെല്ലാം കിട്ടുന്നതനുസരിച്ച് നമുക്കിനി കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരാം.